സർവശക്തനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് രാവിലെ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് വിജയകുമാർ എന്നാണ്. കാഞ്ഞിരംകുളം കാക്കലങ്ങാനം എന്ന സ്ഥലത്തിലാണ് ജനിച്ചതും വളർന്നതൊക്കെ. ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന ഈ യൂട്യൂബ് ചാനലിൽ ഒരു സാക്ഷ്യം പറയുവാൻ ഒരവസരം തന്ന അവർക്കുള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു. 14ാമത്തെ വയസ്സിൽ എൻ്റെ കാലിലൊരു മുറിവുണ്ടായി. അതിൻ്റെ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ രണ്ട് കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയായി. അങ്ങനെ ചികിത്സിച്ചും കൊണ്ടിരുന്നു. പലവട്ടം മാറി മാറി ചികിത്സിച്ചു. സൗഖ്യമില്ലാതെ ആയിരുന്നു. 2002 കൃപയാൽ രക്ഷിക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. അങ്ങനെ കർത്താവ് കൊണ്ടു നിർത്തുന്ന ഇടങ്ങളിലൊക്കെ പാടുവാൻ ഒരവസരം പല സ്റ്റേജുകളിൽ ലഭിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാലിൽ അസുഖം ഇങ്ങനെ വർദ്ധിച്ചും കൊണ്ടേയായിരുന്നു. അങ്ങനെ വലിയ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ജീവിതത്തിലായിരുന്നു. അങ്ങനെ ചികിത്സിച്ചും കൊണ്ടേയായിരുന്നു. 1 വർഷങ്ങൾക്ക് മുൻപ് കാലിൽ പെട്ടെന്ന് ബ്ലഡെല്ലാം ശരീരത്തിൽ നിന്ന് പോകുവാനിടയായി. അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഡോക്ടർമാർ പറഞ്ഞു ക്യാൻസർ ബാധിച്ചിരിക്കുന്നു എന്ന് പറയുവാനിടയായി. എത്രയും പെട്ടെന്ന് കാല് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഏകദേശം 6 മാസങ്ങളോളം ഈ ശരീരത്തിൽ പനിയുണ്ടായിരുന്നു. അങ്ങനെ 10 കുപ്പി ബ്ലഡ് അടച്ചു. ആ കാല് ഓപ്പറേഷൻ ചെയ്യുവാനിടയായി. സാമ്പത്തികമായിട്ടും വളരെ തകർച്ചയിലായിരുന്നു. എന്നാൽ ദേശക്കാരും സംഘടനയും സഭയും ഒക്കെ സഹായിച്ചു. കാല് മുറിച്ച് കളഞ്ഞു. എന്നാൽ സ്വർഗത്തിലെ ദൈവം എത്രയും വേഗം തന്നെ എൻ്റെ കാലിനെ ആ മുറിവിനെ സൗഖ്യമാക്കുവാൻ ഇടയായി. ആ ജീവിക്കുന്ന കർത്താവിനുള്ള നന്ദി, കോടാനുകോടി നന്ദി ഞാൻ ഈ സമയം പറയുന്നു. എന്നാൽ സാമ്പത്തികമായിട്ടും വളരെ ബുദ്ധിമുട്ടിലായിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഒരു സാക്ഷ്യം പറയുവാനായി ദൈവം അനുവദിച്ചതിനായി, സാഹചര്യം ഒരുക്കിയതിനായി ഞാൻ ആദ്യമായി എൻ്റെ കർത്താവിന് നന്ദി പറയുന്നു. ഞങ്ങൾ വളരെയധികം കഷ്ടതയിലൂടെയും കണ്ണുനീരും രോഗത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും മധ്യത്തിൽ കൂടെയാണ് ഞങ്ങൾ കടന്നു വന്നത്. എന്നാൽ ഞങ്ങൾ അനുഭവ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. പ്രിയപ്പെട്ടവൻ ചെറുപ്പം മുതലേ തന്നെ കാലിലൊരു മുറിവുണ്ടായി. അത് വളരെയധികം ഇൻഫെക്ഷനായി തീരുകയും മുറിവുണങ്ങാതെ വണ്ണം വളരെയധികം മാറി മാറി ഞങ്ങൾ ചികിത്സ നടത്തി. അങ്ങനെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ണിൻ്റെ 2 കണ്ണിൻ്റെയും കാഴ്ചശക്തി നഷ്ടപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. കാഴ്ച നഷ്ടപ്പെട്ടു എങ്കിലും തുടർന്നും ദൈവത്തിനെ മഹത്വപ്പെടുത്തി പല സ്റ്റേജുകളിൽ പാടുവാനും സാക്ഷ്യം പറയുവാനുമായി ദൈവം കൃപ കൊടുത്തു. അതിനായി ആ ദൈവത്തിന് വീണ്ടും ഞാൻ നന്ദി പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീണ്ടും 2024-25 വർഷങ്ങളിൽ വളരെയധികം കാല് ഇൻഫെക്ഷനായി തീരുവാനിടയായി തീർന്നു. പനിയുടെ ഭാരത്താൽ വളരെയധികം പ്രയാസപ്പെട്ടു. 1 വർഷത്തോളം ആ പനി നീണ്ടു നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞങ്ങൾ വളരെയധികം പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും അവർ ചികിത്സിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇനി ഒരു രക്ഷയുമില്ല, കാല് വളരെയധികം ശോചനീയ അവസ്ഥയിലായിത്തീർന്നു, ഈ കാല് കൊണ്ട് ഇനി ഒരു ഗുണവുമില്ല, നിങ്ങൾ ഈ കാലിനെ ഇനി മുറിച്ചു മാറ്റണമെന്ന് പറയുവാനായിട്ട് ഇടയെത്തിയിരുന്നു. ക്യാൻസർ എന്ന മാരക രോഗം പിടിപെടുകയും വളരെയധികം പ്രതികൂലത്തിൻ്റെ മധ്യേ കടന്നു പോവുകയും ചെയ്തിരുന്നു. എന്നാൽ
അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു അത് മുറിച്ച് മാറ്റണം. ഞങ്ങളെ വീണ്ടും വീട്ടിലോട്ട് വിട്ടു. ഞങ്ങൾ വീട്ടിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോകാനിടയായിത്തീർന്നു. പെട്ടെന്ന് തന്നെ ഡോക്ടർ, അതായത് ഇടത് കാലിൻ്റെ മുട്ട് മുതൽ പാദം വരെയും വ്രണം തന്നെയായിരുന്നു. അത് മുട്ടിന് മുകളിൽ വെച്ച് തന്നെ മുറിച്ച് മാറ്റണമെന്ന് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞങ്ങൾ അതുപോലെ തന്നെ വളരെയധികം ഭാരത്തോടെ പ്രയാസത്തോടെ കണ്ണുനീരിൻ്റെ അവസ്ഥകളിലായിരുന്നു ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നത്. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒന്ന് മാത്രമാണ് ഞങ്ങളെ അപ്പോഴും പിടിച്ചു നിർത്തിയത്. ഞങ്ങൾ വളരെയധികം പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ കൂടെ കടന്നുപോയി. എന്നാൽ എൻ്റെ കർത്താവ് അവിടെ ഒക്കെയും ഞങ്ങളെ താങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ ക്യാൻസർ ബാധിച്ച് ഒരു കാലിലെ ബ്ലഡ് അത്രയും ശോചനീയമായ അവസ്ഥയിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കടന്നുപോയത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അത് മുറിച്ചു മാറ്റുവാൻ ഇടയായിത്തീർന്നു. വളരെയധികം ഞങ്ങൾ പ്രതികൂലത്തിൻ്റെ മധ്യത്തിലായിരുന്നു. സഹായിപ്പാൻ അന്നും ഇന്നും ഞങ്ങൾക്ക് കുറച്ച് നാട്ടുകാരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പൈസയ്ക്കൊക്കെ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചു. അവിടെയൊക്കെയും എൻ്റെ കർത്താവ് പ്രവർത്തിച്ചു. വളരെയധികം ഇപ്പോഴും ഞങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാലും എൻ്റെ കർത്താവ് എവിടെയെല്ലാം നിർത്തുന്നു അവിടെയൊക്കെയും കർത്താവിൻ്റെ ഒരു ഉത്തമ സാക്ഷിയായി നിൽക്കണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം. ഞങ്ങൾക്കൊരു മകനുണ്ട്, +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ വിദ്യാഭ്യാസത്തിനും വളരെയധികം പ്രതികൂലത്തിൻ്റെ മധ്യത്തിലാണ്. എന്നാലും കർത്താവ് ഞങ്ങളെ ആ ബലമുള്ള ഭുജത്താൽ താങ്ങുന്നു എന്ന് പറയുവാൻ മാത്രമേ ഞങ്ങൾക്ക് പറയാൻ കഴിയുള്ളൂ. എന്നാൽ എൻ്റെ കർത്താവിന് നന്ദി പറയുന്നു. അങ്ങനെ കാല് മുറിച്ചു മാറ്റി. ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമായി കാല് മുറിച്ചു മാറ്റിയിട്ട് നടക്കുവാനായിട്ട് പറ്റത്തില്ല. വീൽ ചെയറിൽ മാത്രമാണ് എവിടെയും സഞ്ചരിക്കുന്നത്. വളരെയധികം ഞങ്ങളെ താങ്ങി എല്ലാവർക്കും നന്ദിയുണ്ട്. പിന്നെ അതുകൂടാതെ വേറെ ഒരു സാക്ഷ്യമെന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവനെ ഞാൻ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് കൊണ്ടുവരുമ്പോൾ തന്നെ 1 മാസം ആവുന്നതിന് മുമ്പേ എനിക്കാണെങ്കിൽ പെട്ടെന്നൊരു ന്യൂമോണിയ ബാധിക്കുകയും 2-3 മാസത്തോളം ഞാൻ ആശുപത്രികളിലും വീട്ടിലുമായി കഴിയുകയായിരുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇത് ചെള്ളുപനിയാണ് എന്ന് പറഞ്ഞു. ഞങ്ങളത് ചെള്ളുപനിക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിൽ, അതായത് ഇവിടെ ഒരിടം എടുത്തില്ല, നിങ്ങൾ നേരെ മെഡിക്കൽ കോളേജിൽ തന്നെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് ന്യൂമോണിയ, ലിവർ ഇൻഫെക്ഷൻ ആയിപ്പോയി, കട്ട പിടിച്ചു പോയി, ഇനി നിങ്ങൾക്ക് രക്ഷയില്ല, നിങ്ങളിനി കാരണം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുവാനായിട്ട് സാധ്യമല്ല, 48 മണിക്കൂർ പറയുകയുണ്ടായി. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു കൂട്ടം ദൈവമക്കൾ പ്രാർത്ഥിക്കുകയും കരുതുകയും ചെയ്തതിൻ്റെ ഫലമായി ആ ജീവനെ എനിക്ക് വേണ്ടി തിരിച്ചു തന്നു. രണ്ടാമതായി ഒരു ജീവനെ തന്ന കർത്താവിന് നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവമക്കൾക്കൊക്കെയും നന്ദി പറയുന്നു. ഞാൻ വെന്റിലേറ്ററായിപ്പോയി, ICU വെന്റിലേറ്ററിലായിപ്പോയി. അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത് 48 മണിക്കൂർ തിരിച്ചു വരത്തില്ല എന്ന് പറഞ്ഞു. അതായത് എൻ്റെ ഓക്സിജൻ്റെ അളവ് എന്തൊക്കെയാണോ, ഷുഗർ, പിന്നെ BP എല്ലാം, അതായത് തീരെയും പിന്നെ കീഴോട്ടിലായിപ്പോയി. പിന്നെ അതായത് ചലനമറ്റ ഒരവസ്ഥയിലാണ് ഞാൻ കിടന്നത്. അവിടെയൊക്കെയും ദൈവം പ്രവർത്തിച്ചു. പിന്നെ അതുകൂടാതെ എനിക്കൊരു സാക്ഷ്യം പറയുവാനുള്ളത്, കണ്ണുനീരിൻ്റെ മധ്യത്തിലാണ് ഞങ്ങളിപ്പോൾ. ഞങ്ങൾക്ക് ഭവനമില്ലാതെ ഇരുന്നെടുത്ത് ഞങ്ങൾക്ക് 2 സെൻറ്റ് 3 സെൻറ്റ് വസ്തു വാങ്ങിച്ചത് ഞങ്ങൾ വളരെയധികം കടഭാരത്തിലാണ്. പിന്നെ അതിന് ഒരു ഭവനം വയ്ക്കുവാൻ നിവർത്തിയില്ലാതിരുന്നു. ഞങ്ങൾക്ക് ഒരു സംഘടനക്കാർ ഞങ്ങൾക്ക് ഒരു ഭവനം വച്ചു തന്നു. ആ ഭവനത്തിലാണ് ഞങ്ങൾ വിശ്രമിക്കുന്നത്. എന്നാലും ഇപ്പോൾ ഞങ്ങൾ കടബാധ്യതയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഇത് കാണുന്ന നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി, എൻ്റെയും എൻ്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ സാക്ഷിയെന്ന് ഞാൻ രമിക്കുന്നു.